ഭിന്നശേഷിക്കാർക്ക് ഇത് കഷ്ടകാലം. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാർക്ക് നൽകി വരുന്ന PSC ഗ്രേസ് മാർക്ക് റദ്ദ് ചെയ്ത സർക്കാർ നടപടിക്കെതിരായ ഹൈക്കോടതി ഉത്തരവിന്മേൽ മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി വൈകുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ രൂപം നൽകിയ 7-അംഗ സമിതിയാകട്ടെ ഒരിക്കൽ പോലും യോഗം ചേർന്നിട്ടില്ല എന്നതാണ് വിചിത്രം. നിരവധി ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളാണ് ഗ്രേസ് മാർക്ക് തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. 7 മാസം മുൻപാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഇടപെട്ട് ഉചിത തീരുമാനമെടുത്തത്. പിന്നാലെ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 7-അംഗ സമിതിക്ക് സർക്കാർ രൂപം നൽകുകയും ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഈ സമിതി പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും യോഗം ചേരുക പോലും ചെയ്തിട്ടില്ല. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു സമിതിക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പേരിന് പോലും യോഗം ചേരാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായതുമില്ല. 1973 മുതലാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി തുടങ്ങിയത്. 1995 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം കൂടി നിലവിൽ വന്നതോടെ മാറി മാറി വന്ന സർക്കാരുകൾ ഈ അനുകൂലമായ നയം തുടർന്നു. പിന്നീട് 2019 സർക്കാർ ഏകപക്ഷീയമായി ഗ്രേസ് മാർക്ക് നൽകുന്നത് പിൻവലിച്ചത്. സമൂഹത്തിന് തന്നെ ഭാരമായി തീരുന്ന ഒരു കാര്യമാണ് സാമൂഹ്യനീതി വകുപ്പ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഹൈക്കോടതി ഉത്തരവെന്ന് പറയുന്നത് ഇതിന്മേൽ 3 മാസത്തിനകം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തത്. പക്ഷേ നാളെ ഇതുവരെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അവർക്ക് ജോലിയില്ലാതെ പോകുന്നതുകൊണ്ടുള്ള വിഷമം എന്ന് പറയുന്നത് അവർക്ക് കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ദിക്കി പോയി പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഏറെ പ്രശ്നങ്ങളുണ്ട്. ഏറെ വിഷമിച്ചാണ് പേരൻസ് എല്ലാവരും ഇപ്പോഴും നിലനിൽക്കുന്നത്. ഐഡന്റിഫൈഡ് തസ്തികകളിൽ സംവരണം പുതിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി 4% വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് നിർത്തലാക്കുന്നുവെന്നായിരുന്നു സാമൂഹ്യ വകുപ്പ് ഇതിന് ന്യായീകരണവാദമായി കണ്ടെത്തിയത്. ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തസ്തികകൾ കണ്ടെത്താൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നിരിക്കെ കോടതി ഇടപെട്ടിട്ടും ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കാത്ത നടപടി ഉദ്യോഗാർത്ഥികൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകുന്നത്. തിരുവനന്തപുരത്തു നിന്നും കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്.